അമേരിക്കയിലെ ക്രിമിനൽ ഗവൺമെന്റിന്റെയും ദുഷ്ട സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും ക്രൂരമായ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹൊസൈനി ഖമേനിയുടെ ഓരോ തുള്ളി ശുദ്ധരക്തവും അമേരിക്കൻ സയനിസ്റ്റ് അടിച്ചമർത്തലുകളെയും അവരുടെ കുറ്റകൃത്യങ്ങളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അലി ഖമേനിയുടെ മരണശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തുവന്ന ഈ വാക്കുകൾ ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ ശക്തികളെ നടുക്കുന്ന ഒന്ന് തന്നെയാണ്. ആക്രമണത്തെ അദ്ദേഹം ക്രൂരവും ക്ഷമിക്കാനാവാത്തതുമായ കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിക്കുകയും നേതാവിന്റെ മരണത്തിൽ ആഴത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മഹാപരാധത്തിന് ഒരിക്കലും മാപ്പില്ലെന്നും നേതാവിന്റെ രക്തം ഒരു ഗർജിക്കുന്ന നീരുറവ് പോലെ ഒഴുകി സാമ്രാജ്യത്വ ശക്തികളെ തകർത്തെറിയുമെന്നും പെസഷ്കിയാൻ തന്റെ സന്ദേശത്തിൽ ആവർത്തിച്ചു. ഈ പ്രസ്താവന ഇറാന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രതിരോധ മനോഭാവത്തെയും ദേശീയ ആത്മവിശ്വാസത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. ചരിത്രപരമായി പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും നേരിട്ടിട്ടും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രമായാണ് ഇറാനെ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. ഖമേനിയുടെ മരണത്തിനു പിന്നാലെ രാജ്യത്തിന്റെ നേതൃനിര സ്വീകരിച്ച കടുത്ത ഭാഷയും ദൃഢമായ പ്രതികരണവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയം പ്രകടിപ്പിക്കുന്നതിന് പകരം രാഷ്ട്രീയ സന്ദേശം ശക്തമായി മുന്നോട്ട് വെക്കാനുള്ള ചങ്കുറപ്പായാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മരണത്തെ മുഖാമുഖം നോക്കാൻ ഭയമില്ലാത്ത ധീരന്മാരുടെ നാടാണ് ഇറാൻ എന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു. സ്വന്തം മണ്ണിൽ ഉറച്ചുനിന്ന് രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ ഒരു നേതൃത്വമാണ് ഇറാന്റേതെങ്കിൽ ശത്രുക്കളുടെ അവസ്ഥ തികച്ചും വിപരീതമാണ്. ഡൊണാൾഡ് ട്രംപോ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇത്തരമൊരു സാഹചര്യത്തിലെങ്കിൽ അവർ സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകളിൽ പോയി ഒളിക്കുമായിരുന്നുവെന്ന് യാഥാർത്ഥ്യ ലോകം തിരിച്ചറിയുകയാണ്. ഈ ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് ഔദ്യോഗികമായി പ്രതികരിക്കാൻ പോലും ധൈര്യമില്ലാതെ ഫ്ലോറിഡയിലെ തന്റെ സുരക്ഷിത താവളത്തിൽ ഒളിച്ചിരിക്കുന്ന ട്രംപിന്റെ നടപടി അദ്ദേഹത്തിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ്. ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു യുഗത്തിന്റെ അന്ത്യത്തിനല്ല, മറിച്ച് ഇറാന്റെ പ്രതികരണത്തിന്റെ അഗ്നിപർവ്വത സ്ഫോടനത്തിനാണ്. ഇനി ഇറാന്റെ ഊഴമാണ്. വാക്കുകൾ അവസാനിക്കുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. സാമ്രാജ്യത്തിന്റെ അഹങ്കാരവുമായി ഇറാൻ മണ്ണിലേക്ക് കടന്നു കയറിയവർക്ക് കാത്തിരിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തകർച്ചയായിരിക്കും. അമേരിക്കൻ അധിനിവേശത്തിന്റെ ശവപ്പറമ്പായി പശ്ചിമേഷ്യ മാറുമെന്നും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വേരുകൾ ഇറാൻ പിഴുതെറിയുമെന്നുമുള്ളത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് മാറ്റമില്ലാത്ത നിശ്ചയദാർഢ്യമാണ്. സ്വന്തം നേതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കാതെ ഇറാൻ അടങ്ങില്ലെന്ന് പ്രസിഡന്റ് പെസഷ്കിയാന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. സയനിസ്റ്റ് അമേരിക്കൻ ഭീകരതയുടെ കോട്ടകൾ തകർന്നു വീഴുന്നതും നീതിയുടെ ഗർജനം ലോകം കേൾക്കുന്നതുമായ ആ നിമിഷത്തിനായി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ശത്രുക്കൾ ഭയന്നു വിറയ്ക്കുന്ന ബങ്കറുകൾക്ക് പോലും ഇറാന്റെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും മുന്നിൽ സുരക്ഷിതമായിരിക്കില്ല. ഇത് ഇറാന്റെ പോരാട്ടമാണ്. വിജയം സുനിശ്ചിതമാണ്.